ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിക്ക് വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിഫ്റ്റി കയറിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും 100 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഓപ്പണിങ്. ദീപാവലി പ്രമാണിച്ച് നിഫ്റ്റിയുടെ എക്സ്പീരി ഇന്ന് തിങ്കളാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ എക്സ്പീരി ഇല്ല, മറ്റന്നാളും മാർക്കറ്റില്ല. നാളെ ആഫ്റ്റർനൂൺ മാർക്കറ്റ് ഉണ്ട്, ഒരു 1.5 hours മാർക്കറ്റ് ടൈം ഉണ്ട്. പക്ഷേ അതിൽ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നാണ് എൻ്റെ എക്സ്പീരി വന്നേക്കണത്. നാളെയും മറ്റന്നാളും ലീവാണ്. മാർക്കറ്റ് എക്സ്പീരി ഡേ കൂടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൺസോൾട്ടേഷനാണ് ഇന്ന് കണ്ടേക്കണത്. നമുക്ക് അതിന് മാത്രം ട്രേഡുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമുക്ക് ഒരു ട്രേഡ് കിട്ടിയത് ഫ്രീ ഗ്രൂപ്പിലാണ്. ഫ്രീ ഗ്രൂപ്പ് പേഡ് ഗ്രൂപ്പ് ഫസ്റ്റ് ട്രേഡ് അങ്ങനെയാണ്. അത് SL ആണ് 10 പോയിൻറ്റ്. SL സ്വൈപ്പ് ചെയ്ത് തിരിച്ച് കയറിയിട്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾക്ക് എക്സിറ്റ് അടിക്കുക. പക്ഷേ SL ആണത്. രണ്ടാമത്തെ ട്രേഡ് കിട്ടിയത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. അവിടെ നിഫ്റ്റിയും കിട്ടിയിട്ടുണ്ട്, സെൻസസും കിട്ടിയിട്ടുണ്ട്. രണ്ടും 1:1 ആണ്. നിഫ്റ്റി 1:2 ആണ്. ഈ 3 ട്രേഡാണ് ടോട്ടൽ ഒന്നും ഉണ്ടായിട്ടുള്ളൂ. 84,600 ആണ് കിട്ടിയൊരു ട്രേഡ്. കുറേ നേരം എന്നിട്ട് കിട്ടിയ ട്രേഡാണ് കേട്ടോ. 46 പോയിൻ്റാണ് വന്നതാണ് അതിൽ. പിന്നെ ഉണ്ടായിരുന്നത് 25,900 ആണ്. 25,900 20 പോയിൻ്റ് എക്സാക്റ്റ് വന്നിട്ടുണ്ട്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. റെഡ് ക്യാനിൽ വരണം, അതിനുശേഷം 20 പോയിൻ്റ് വന്നു. അത് തന്നെയാണ് സെൻസസിൽ കേട്ടോ. അതിൻ്റെ അടുത്ത ലെവലുകളാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ അങ്ങോട്ടൊന്നും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. 20 പോയിൻ്റ് എടുക്കാനുള്ള വകുപ്പ് തന്നിട്ടുണ്ട്. 25,750 P ആണ് SL അടിച്ചാണത്. ഇത് ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ഫസ്റ്റത്തെ ട്രേഡാണ്. അപ്പോൾ അത് SL ആണ്. ഒരു പ്രോപ്പറായിട്ടൊരു ഡേഹയുടെ മുകളിലേക്ക് എത്തി. ഇതാണ് എൻ്റെ മെത്തേഡ് കേട്ടോ. ഈ ക്യാൻഡിലിൻ്റെ ഹൈ ആണ് ഞാൻ എടുത്തതാണത്. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ട്രേഡ് 2 ട്രേഡ് എന്തായാലും കിട്ടും അവിടെ. അപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്ത് പോവാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ 41 മുകളിലായിരുന്നു എൻട്രി എടുത്തത്. കണ്ടീഷനൊക്കെ സെയിം ആവണം കേട്ടോ. റെഡ് ക്യാനിൽ വരണം, എന്നിട്ട് വേണം എൻട്രിയിലേക്കൊക്കെ പോകാൻ. റെഡ് ക്യാനിൽ വന്ന് ലിമിറ്റിൽ വന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ SL അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കിട്ടിയ ട്രേഡാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഈ ഇത്രയും 3 ട്രേഡാണ് ഇന്ന് കിട്ടിയേക്കണത്. അപ്പോൾ നിങ്ങൾ ട്രേഡിങ് ചെയ്യണം നേരത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. മീൻസ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നിങ്ങൾ എത്ര ലോട്ടാണ് ചെയ്യണത്, നിങ്ങളുടെ എത്ര ക്യാപിറ്റലുണ്ട്, ഞാൻ ആ ക്യാപിറ്റൽ വെച്ച് എത്ര ട്രേഡ് എത്ര ലോട്ട് ചെയ്യണം, ബ്രോക്കറേജ് എത്ര വരും, മനസ്സിലായില്ലേ? ഒരു 60 രൂപ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഒരു ട്രേഡിൽ. 1 ലോട്ട് 2 ലോട്ടൊക്കെ ചെയ്യുമ്പോൾ 60 രൂപയ്ക്ക് വരും. ബൈ സെല്ല് ചെയ്യണ നേരത്തെ കേട്ടോ. 1 ലോട്ട് 2 ലോട്ട് ചെയ്യണ നേരത്തെ 60 രൂപയ്ക്ക് വരും, 65 രൂപയ്ക്ക് വരും. അപ്പോൾ അതാണ് എൻ്റെ ബ്രോക്കറേജ് വരും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മോളിക്ക് കയറുന്ന സമയത്ത്. നിങ്ങൾ 1000 എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ബ്രോക്കറേജ് വരും. അപ്പോൾ എല്ലാത്തിനും കുറിച്ചൊരു റഫായിട്ടൊരു നോളജ് ഉണ്ടായിരിക്കണം. എൻ്റെ ഇത്ര ക്യാപിറ്റലുണ്ട്, ഞാൻ ഇത്ര ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എക്സ്പീരി ആയതുകൊണ്ട് എനിക്ക് കുറേ ലോട്ട് ഇടാം. നിങ്ങൾ കുറേ ലോട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർ നോളജ് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലായിരിക്കണം. ഇനി നിങ്ങൾക്കൂടെ ചാർട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ റെസിസ്റ്റൻസിൽ സപ്പോർട്ടിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അത് എൻ്റെ ഒരു വ്യൂ ആണ്, മനസ്സിലായില്ലേ? ആ റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ ഇടയിലാണെന്ന് ചാർട്ട് നോക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴല്ല ഞാൻ ട്രേഡ് എടുക്കുക, അത് വേറെ കാര്യം. അതിന് വേറെ കുറച്ച് തിയറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ട്രേഡുകൾ വന്നുകൊണ്ടിരിക്കും. ബേസിക്കലി ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡ് പിക്ക് ചെയ്യണ സമയത്ത് ഇതൊക്കെയും ആലോചിച്ചിട്ട് വേണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ റഫായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ലോട്ട് കൂട്ടാൻ പല സ്ഥലങ്ങളിലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതൊരു പണിയായി കിട്ടുക നല്ല രീതിക്ക്. ലോട്ട് കൂട്ടിയത് എന്നൊന്നും പറയണില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് നിങ്ങൾ ചെയ്യണ നേരത്ത് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടും. അതാണ് സംഭവം. ഇപ്പം എൻ്റെ സിഗ്നൽസ് കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കണം എന്ന് ഞാൻ പറയണമെന്നില്ല. നിങ്ങൾ എൻ്റെ സിഗ്നൽസ് കണ്ടിട്ട് 1 ലോട്ട് 2 ലോട്ട് ചെയ്താൽ മതി. നമുക്കവിടെ പ്രോഫിറ്റ് വന്നോളും, മനസ്സിലായില്ലേ? നമ്മളെന്തായാലും 10 പോയിൻ്റ് SL ഇടിപ്പിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതലൊന്നുമില്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു മാസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പഠിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കുറേ ലോട്ട് ഇടുമ്പോൾ നിങ്ങളുടെ ഒരു കൺസെപ്റ്റും കൂടി അവിടെ വരണം. അല്ലാണ്ട് നിങ്ങൾ കുറേ ലോട്ട് ഇടുന്നത് ആരിനെ വിശ്വസിച്ചാണ് ഇടുന്നത്? അതൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട് കേട്ടോ. എപ്പോഴും നിങ്ങളുടേതായിട്ടൊരു പ്ലാൻ വേണം. പ്ലാൻ A തൊട്ട് Z വരെ വേണം, മനസ്സിലായില്ലേ? മാർക്കറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം. മെയിനായിട്ട് വരുന്ന സംഭവം ഇതിനുള്ള പ്രഷറാണ്. മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും ക്യാൻഡിൽ ഉണ്ടാക്കി, മനസ്സിലായില്ലേ? ഇത്രയും ക്യാൻഡിൽ ഉണ്ടാക്കിയപ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് പോരാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ ഒരു 1000 ലോട്ട് ഇട്ടു, 1000 എണ്ണം മേടിച്ചു നോക്കി.
ഫെമിലിയർ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് 1000. നിങ്ങൾ 10 മേടിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ 2 ലോട്ട് മേടിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ 1000 മേടിച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഹ്യൂമൻ ഇമോഷൻസാണ് വർക്കാവണത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ 2 പോയിൻ്റ് മുകളിലേക്ക് പോകുമ്പോൾ 2 പോയിൻ്റ് അടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഷിവറിങ് ആയിരിക്കും ബോഡി ഫുള്ളും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. മാർക്കറ്റ് എങ്ങനെയെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ചിലപ്പോൾ പോകുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഇത്രയും വലിയ ഇമോഷൻസിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ആംഗിളിൽ നിങ്ങൾ പോകുന്നുണ്ടാവുക. അത്രയും ഇമോഷൻസ് ഈ ഒരു മിനിറ്റിൽ 2 മിനിറ്റിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷെ മാർക്കറ്റിന് ഇത് ഫെമിലിയറാണ്. മാർക്കറ്റ് ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഷെയർ തന്നെയാണ് പോകുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്കവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇമോഷൻസ് കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. മിനിമം ഒരു നോളജ് ഉണ്ടെങ്കിലാണ് ഇതിലിരുന്നിട്ട് കാര്യമുള്ളൂ. നമുക്ക് ഫുൾ ടൈം ഇരിക്കാൻ പറ്റിയാലാണ് നല്ല നോളജിക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാളെയും മറ്റന്നാളും മാർക്കറ്റ് ഇല്ല, ദീപാവലിയാണ്, അതിൻ്റെ ഹോളിഡേയ്സാണ്. അതിനുശേഷം ഇനി വ്യാഴാഴ്ചയാണ് ഉണ്ടാവുള്ളൂ. വ്യാഴാഴ്ച സെൻസസിൻ്റെ എക്സ്പീരിയൻ ആണ്. അപ്പോൾ അത്ര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാം നമുക്കൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച ആണ്. ഓക്കെ, ബൈ.